ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ ഒരു വാക്യം 1 കൊരിന്ത്യർ 15-ാം അധ്യായം 52-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ് വരുവാനിരിക്കുന്ന മഹത്വ ദിവസത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടുമെന്നും കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ ആദ്യമേ എന്താണ് മർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. ഗ്രീക്ക് ഭാഷയിൽ മിസ്റ്റീരിയോൺ എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മിസ്റ്ററി അഥവാ മനുഷ്യരുടെ ബോധത്തിൽ നിന്നും മറഞ്ഞിരിക്കുന്നതും എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചോ ഉദ്ദേശത്തെക്കുറിച്ചോ ദൈവിക വെളിപ്പാടിലൂടെ വെളിപ്പെടുന്ന സത്യ രഹസ്യങ്ങളെയാണ് മർമ്മം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം രൂപാന്തരപ്പെടും എന്ന് വായിക്കുമ്പോൾ അന്ത്യകാഹളം അതുപോലെ കണ്ണിമയ്ക്കുക എന്നീ 2 പ്രയോഗങ്ങളുടെയും അർത്ഥം നാം മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കണം. സാൽപിക്സ് എന്ന അർത്ഥമാണ് കാഹളത്തെ അഥവാ ട്രംപറ്റിനെ സൂചിപ്പിക്കുവാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ സൈന്യത്തെ യുദ്ധത്തിന് അണിനിരത്തുവാൻ കാഹളം ഉപയോഗിച്ചിരുന്നതായി പ്രവചന പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. മാത്രമല്ല, ദൈവജനത്തെ യുദ്ധത്തിന് വിളിക്കുക, അവർ നേടിയ വിജയം പ്രഖ്യാപിക്കുവാൻ കാഹളം ഉപയോഗിച്ചിരുന്നതായും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 16-ാം വാക്യത്തിൽ സീനായ് പർവ്വതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ ഇറക്കത്തോടൊപ്പമുള്ള മഹാഗംഭീരമായ കാഹളധ്വനിയെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ 1 രാജാക്കന്മാർ 1-ാം അധ്യായം 39-ാം വാക്യത്തിൽ ശലോമോൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ കാഹളം മുഴങ്ങുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് കാഹളം എന്ന് പറയുന്നത് രാജാവിൻ്റെ വരവിനെ അനുഗമിക്കുന്ന ശബ്ദമാണെന്നും അന്ത്യകാഹളം എന്ന പ്രയോഗം ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ അനുഗമിക്കുന്ന ശബ്ദമാണെന്നും നാം മനസ്സിലാക്കണം. അതേസമയം റിപ്പി എന്ന പ്രയോഗം ട്വിങ്കിളിംഗ് അഥവാ കണ്ണിമയ്ക്ക് സൂചിപ്പിക്കുന്ന പദമാണെന്നും അത് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ സമയത്തിനുള്ളിലെ രൂപാന്തരത്തെയുമാണ് അർത്ഥമാക്കുന്നത് എന്നും നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ മരിച്ചുപോയവർ അക്ഷയരായി ഉയർക്കുമെന്നും അതേസമയം നമ്മൾ ജീവനോടെ ഉണ്ട് എങ്കിൽ നമുക്ക് രൂപാന്തരം സംഭവിക്കുമെന്നും നാം തിരിച്ചറിയണം. അതുകൊണ്ട് വേദപുസ്തകത്തിലൂടെ വെളിപ്പെടുന്ന മർമ്മങ്ങളെ ഗ്രഹിക്കുവാനും ഉൾക്കൊള്ളുവാനും നമ്മെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടുതൽ സഹായിക്കുമാറാകട്ടെ.